ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഗുരുതര കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് വിജ്ഞാപനം ഇറക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അരീക്കോട് മേഖലാ സമ്മേളനത്തിലാണ് വിഷയം ചർച്ചയ്ക്ക് വന്നത്. സംസ്ഥാന സെക്രട്ടറി ബി വിനോദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ പോലീസിൽ ഏൽപ്പിക്കുന്നതിന് പൊതുജനത്തിന് നിയമപ്രകാരമുള്ള അധികാരാവകാശങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ വിജ്ഞാപനമിറക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അരീക്കോട് മേഖലാ സമ്മേളനത്തിലാണ് ചർച്ച വന്നത്. എടവണ്ണ ചാത്തല്ലൂർ മണക്കാട്ടുപറമ്പ് മദ്രസ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ ഞെട്ടിക്കുന്ന കൗമാര സംഘർഷങ്ങളെ കേവലം വൈകാരികമായി മാത്രം സമീപിക്കരുതെന്നും സമൂഹം, രക്ഷിതാക്കൾ, അധ്യാപകർ, പാഠ്യപദ്ധതി സമീപനം തുടങ്ങി പല ഘടകങ്ങളും ഇതിൽ ഉത്തരവാദികളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് സി സൂരജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി ഭാരവാഹികളായ ജെ സോമനാഥൻ, വി വിനോദ്, കെ ജനാർദ്ദനൻ, ജില്ലാ പ്രസിഡന്റ് CP സുരേഷ് ബാബു, മേഖലാ സെക്രട്ടറി P വേണുഗോപാൽ, യൂണിറ്റ് സെക്രട്ടറി KR അരുൺ, ജില്ലാ കമ്മിറ്റി അംഗം സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. അരീക്കോട് മേഖലയിലെ 10 പരിഷത്ത് യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ വാർഷിക സമ്മേളനമാണ് ചേർന്നത്. 65 പ്രതിനിധികൾ പങ്കെടുത്തു. സമ്മേളനം അന്ധവിശ്വാസ ചൂഷണങ്ങൾക്കെതിരെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. ചാത്തല്ലൂർ നവോദയ ഗ്രന്ഥാലയത്തിന് 4000 രൂപയുടെ ശാസ്ത്ര പുസ്തകങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഭാവന ചെയ്തു. ഹരിത ഗ്രന്ഥാലയമാക്കി മാറ്റുന്നതിന് പ്ലാസ്റ്റിക് വേസ്റ്റ് ബിൻ സ്ഥാപിക്കുന്നതിനുള്ള തുകയും കൈമാറി. അരീക്കോട് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഗ്രന്ഥാലയ സഹവർത്തനം എന്ന പേരിൽ തുക കൈമാറിയത്. ഇപ്പോൾ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ നമ്മളെ ഇത്തരം ഒരു ചർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് കാരണമായ ചില സംഭവങ്ങളുണ്ട്. കോഴിക്കോട് ചാത്തമംഗലത്ത് നടന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘർഷം, അതൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന, ഞാൻ വളരെ സൂക്ഷിച്ചാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. തൃശ്ശൂരിൽ പാലസ് റോഡിൽ സാഹിത്യ അക്കാദമിയുടെ ഒക്കെ അടുത്ത് വെച്ച് ഒരു 14 വയസ്സുകാരൻ ഒരാളെ കുത്തിക്കൊല്ലും. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഇത്തരം ഇടയ്ക്കിടയ്ക്ക്, പിന്നെ മറ്റൊന്ന് തിരുവനന്തപുരത്ത് ഒരു 24 വയസ്സുകാരൻ ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം താഴേക്കോട്, അതൊരു അതിലൊരു കൗതുകമുള്ളൊരു വാർത്തയാണ്, നമ്മൾ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വാർത്തയാണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മലയാളം മീഡിയം കുട്ടികളും തമ്മിലുണ്ടായ തർക്കം അടിയായി മാറി, കത്തിക്കുത്ത് നടത്തി. അവരിപ്പോൾ വെള്ളിമാട് കുന്നിലെ ചിൽഡ്രൻസ് ഹോമിലുണ്ട്. അവിടെ തന്നെയാണ് ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതികളും ഉള്ളത്. അവിടെ സംഭവിച്ചത് ഒരു ട്യൂഷൻ സെന്ററിലെ 2 സ്കൂളുകാർ തമ്മിലുള്ള തർക്കമാണ്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈയിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് വരാനുണ്ടാവുന്ന ഒരു സാഹചര്യം. അതിനെ വളരെ ഇത്തരം പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഈ വിഷയത്തെ വളരെ സമചിത്തതയോടും കുട്ടികളുടെ പക്ഷത്തു നിന്നും സമീപിക്കേണ്ടതുണ്ട്. എന്നാൽ അതിന് പകരം പലപ്പോഴും അതിവൈകാരികതകളുടെ പ്രകടനങ്ങളാണ് ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിപ്പോൾ ഈ പല പ്രതികരണങ്ങൾ, കാരണം നമുക്കൊന്ന് പ്രതികരിക്കാൻ വളരെ എളുപ്പമാണല്ലോ. ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതിലൊക്കെ വരുന്ന പ്രതികരണങ്ങൾ, അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, അധ്യാപക കൂട്ടായ്മകളിൽ നടക്കുന്ന ചർച്ചകൾ, അതിനോട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് അധ്യാപകർക്ക് വടി കൊടുത്താൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടും എന്ന ഒരു സൂത്രവാക്യത്തിലേക്ക് ഇതിനെ സമീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയും പറഞ്ഞു എന്താണ്, ഒരു ചെറിയ വടിയായിട്ട് ക്ലാസ്സിൽ പോവാം. നമ്മുടെ പത്രമാധ്യമങ്ങൾ ഒക്കെ
സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നൊക്കെ മൊഴിയെടുക്കുക എല്ലാവരുടെ അഭിപ്രായം സ്വീകരിച്ചപ്പോൾ അതിൽ എന്താണ്, ചെറിയ വടിയൊക്കെ ആയിട്ട് പോവാം, അടി വേണം, പണ്ട് അടിച്ചിട്ടാണ് നന്നായത്, നമ്മൾ ബഹുമാനിക്കുന്ന സാനുമാഷ പോലുള്ള ആൾക്കാരടക്കം അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പ്രശ്നത്തെ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ CBI ഡയറി കുറിപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, ആദ്യത്തെ സിനിമ, സീരീസിലെ ആദ്യത്തെ സിനിമ. അപ്പം അതിൽ കഥാപാത്രത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, ലിസി അവതരിപ്പിച്ച കഥാപാത്രം, അവരുടെ മരണം അന്വേഷിക്കാനാണല്ലോ CBI വരുന്നത്. അപ്പോൾ അത് ആത്മഹത്യയാണ് അല്ല കൊലപാതകമാണല്ലോ. അപ്പോൾ അതിൽ സേതുരാമയ്യർ പറയുന്നൊരു സംഗതിയുണ്ട്, എന്താണ്, ഇതിൽ ക്രൈം നടന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ റോളുള്ളൂ. ആത്മഹത്യയാണെങ്കിൽ നമുക്ക് പോവാം. അതുപോലെ ഈ വിഷയത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ചർച്ച ചെയ്യാനുള്ള ഇടമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പം അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ഇപ്പോൾ നടന്ന ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച ചെയ്യേണ്ട ഒന്നാണ് എന്ന അഭിപ്രായം ഇല്ല. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.